നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് LP വിഭാഗം പരീക്ഷയുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്ലാസ് ആണ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജാലകം എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു വർഷത്തെ CM കിഡ്സുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ളത്. ഈ ഒരു പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകർ ജോയിൻ ചെയ്യുകയും ജില്ലയുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ജോയിൻ ചെയ്യുകയും അവര് ഈ പഠന സാമഗ്രികൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ വിഷയങ്ങളുടെയും ക്ലാസ് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഡെയിലി പ്രാക്ടീസ് എന്ന പേരിൽ കുട്ടികൾക്ക് 1 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യാൻ പാകത്തിലുള്ള ചോദ്യങ്ങളും തയ്യാറാക്കി നൽകുന്നുണ്ട്. അവയെ എല്ലാം ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾക്ക് അവർ പഠിച്ച കാര്യങ്ങളിലേക്കൊന്ന് റിവൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു മാറിയ പരീക്ഷാ രീതി, ചോദ്യ രീതികളൊക്കെ ഒന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുക തുടങ്ങിയവയാണ് ഈ ഒരു പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ വിഷയങ്ങളുടെയും ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തില് ഇന്ന് ഗണിത ക്ലാസ് ആണ് നടക്കുന്നത്. വിനോദ് മാഷ് വയനാട് ജില്ലയിലെ മാനന്തവാടി GHS തെറ്റാമല സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. എങ്കിലും ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന മുതിർന്ന അധ്യാപകൻ കൂടിയാണ് വിനോദ് മാഷ്. ഏറെ ആദരവോടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി വിനോദ് മാഷിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഒരു ചെറിയ വിവരം കൂടി. ആദ്യമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സുകൾ കാണുന്ന ഓൺലൈനിൽ കാണുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. നമ്മളുടെ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ അധ്യാപക കൂട്ടം ബ്ലോഗിൽ ലഭ്യമാണ്. അധ്യാപക കൂട്ടം ബ്ലോഗ് സ്പോട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോഗ് ലഭ്യമാണ്. അതിന്റെ വലതുവശത്ത് ഹോം പേജിൽ തന്നെ വലതുവശത്ത് വിഭാഗങ്ങൾ എന്ന ഭാഗത്ത് പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിവിധ പഠന മെറ്റീരിയൽസ് ഉണ്ടാവും. അതിൽ അധ്യാപക കൂട്ടം ജാലകം CM കിഡ്സ് എന്ന് തുടങ്ങി വിഷയം തിരിച്ച് തന്നെയാണ് നമ്മൾ ഈ CM കിഡ്സുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഇടുന്നത്. അതുപോലെ തന്നെ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ അധ്യാപക കൂട്ടത്തിന്റെ ലേവൽ അല്ലാതെ തന്നെ പുറത്തുനിന്ന് ചെയ്ത് തരുന്ന മെറ്റീരിയൽസും അവ CM കിഡ്സ് എന്ന പേരിൽ തന്നെ ബ്ലോഗില് ലഭ്യമാണ്. ഒപ്പം UPയുടെയും അവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ മാഷെ, വിനോദ് മാഷെ. ഓക്കെ, ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കാണാമോ സാറേ? ഹലോ, ഷെയറിങ് ഓക്കെ ഉണ്ട്. ഫസ്റ്റ് പേജ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പേജ് വല്ലതും വന്നിട്ടുണ്ടോ? നോക്കണം ഒന്ന്. വന്നു. ഓക്കെ, ഹോം പേജ്, മൊബൈലിന്റെ ഹോം പേജ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു ദിവസം നമ്മള് ആകെ ബുദ്ധിമുട്ടി. ഒരു അരമണിക്കൂർ നേരം നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്യിച്ചു. ഇന്നും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്തിയിരിക്കുകയായിരുന്നു. നമ്മള് കൂടുതലൊന്നും പറയുന്നില്ല. ആമുഖമായിട്ട് ഗണിതം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് എത്രമാത്രം വിജയിക്കുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അതുപോലെ തന്നെ പരീക്ഷയും അടുത്ത സമയത്ത് നമ്മളുടെ ഓരോ പാഠങ്ങളും മൈന്യൂട്ടായിട്ട് പോകാൻ ഉള്ള ഒരു സമയവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ പാഠത്തിലും ഉള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട രതീഷ് സാറിനും നമ്മുടെ അജിത് സാറിന് മറ്റ് രക്ഷിതാക്കൾക്ക് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗണിതത്തിൽ നമുക്ക് 9 പാഠങ്ങളാണ്
പരീക്ഷയ്ക്ക് വരുന്നത്. അതിൽ വരകൾ, രൂപങ്ങൾ, ലൈൻസ് ആൻഡ് ഷേപ്പ്, 1000 കടന്ന് ബിയോണ്ട് 1000. എന്തായാലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പാഠങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് ഗണിതം പൊതുവെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് പറയാറ്. എൻ്റെ സ്കൂളിലായാൽ പോലും അതിലെന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നൊക്കെ ആണ് പറയപ്പെടുന്നത്. എങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ 1-ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന ആ പാഠഭാഗങ്ങൾ, അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഗണിതത്തില് ഉള്ളത്. നമുക്കറിയാം, മറ്റുള്ളത് പോലെയല്ല 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് കാണിക്കുന്ന ഒരു ക്രിയകളും അതില് കുറെ ക്രിയാചിഹ്നങ്ങൾ ഉൾപ്പെടുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മലയാളം പോലെ കുറേ അധികം അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതല്ല. എന്നിട്ട് പോലും ഗണിതം വിഷമമായി വരുന്നു. കടക്കുമ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് കുറച്ച് പാഠങ്ങളിലെ 1-2 പ്രവർത്തനങ്ങൾ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് പോവുകയുള്ളൂ. മൊത്തമായിട്ട് നമുക്ക് എന്തായാലും എടുക്കാൻ കഴിയില്ല. ഒന്നാമത്തത് വരകൾ, രൂപങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പാഠഭാഗമാണ്. അതില് നമ്മള് ശ്രദ്ധിക്കേണ്ട കുറെ മേഖലകൾ ഞാൻ ആ സ്ക്രീൻ എടുക്കാനാണ് നോക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സെക്കൻഡ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെ പോകുമ്പോൾ, ഒന്നാമത്തെ യൂണിറ്റ് വരകൾ, രൂപങ്ങൾ. അതില് ജാമിതീയ രൂപങ്ങൾ, ത്രിമാന രൂപങ്ങളൊക്കെ വരുന്നുണ്ട്. ചതുരം, സമചതുരം, ത്രികോണം, വൃത്തം, സാമാന്തരികം. കാര്യമായിട്ട് നമ്മൾ അറിയേണ്ട രൂപങ്ങൾ ഇതൊക്കെയാണ്. അതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചുറ്റളവ് എന്നുള്ള ഭാഗത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ 4-ാം ക്ലാസ്സിൽ. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് സാധാരണ ഇതിൽ നിന്ന് വരാറുള്ളത് രൂപങ്ങൾ തന്നുകൊണ്ട് രൂപങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചുറ്റളവ് 1-2 ചതുരങ്ങൾ ചേർത്ത് വരുമ്പോഴും ഒരു ചതുരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോഴും ഉള്ള ചുറ്റളവ് കണ്ടെത്താൻ ഇങ്ങനെയുള്ള 2-3 ഒരു പച്ചക്കറി സ്ഥലം അല്ലെങ്കിൽ ഒരു കളിസ്ഥലം ഇങ്ങനെയുള്ള വിഭജിച്ച് തന്നിട്ട് ആ കളിസ്ഥലത്തിന്റെ ഒക്കെ ചുറ്റളവ് തന്നിട്ട് അതിന്റെ ഒരു വശത്തിന്റെ നീളം കാണാനുണ്ടാവും. അല്ലെങ്കിൽ നീളം വീതിയും തന്ന് ചുറ്റളവ് കണ്ട് ആ സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ, ഇങ്ങനെയുള്ള ഒരു എന്താണ് അപഗ്രഥനമായിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ നമുക്ക് കാണാം. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ മിക്കവാറും ഈ രൂപങ്ങളിലുള്ള പാഠത്തു നിന്ന് വരാറുണ്ട്. അപ്പോ മുൻ പരീക്ഷകൾക്ക് LSS എന്നുള്ള പരീക്ഷ മാറിയെങ്കിൽ കൂടി മുൻ പരീക്ഷകളിലൊക്കെ വിവരണാത്മക ചോദ്യമായി വന്നിട്ടുണ്ട് ഈ പരീക്ഷ. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മുടെ ചതുഷ്ക്രിയകൾ കൂടി ഉൾപ്പെടുന്ന തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ 5 മാർക്കിന് വരാറ്. ഇവിടെ 1 മാർക്കിന്റെ ചോദ്യമായിട്ട് മിക്കവാറും ഒരു നമ്മുടെ ഈ പാഠപുസ്തകം മാറുന്നതിന് മുമ്പുള്ള പരീക്ഷകളിൽ ചില ത്രികോണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടും ചില ചതുരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുമൊക്കെ തന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ എത്ര ചതുരമുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ചില മോഡൽ പരീക്ഷകളിലൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. സമചതുരങ്ങളുടെ എണ്ണം എത്ര? അവിടെ നമ്മൾ നേരിട്ട് കാണുന്നതല്ലാതെ ഒളിഞ്ഞിരിക്കുന്ന സമചതുരങ്ങൾ കണ്ടുപിടിക്കുന്നത്. ചില പ്രത്യേക പാറ്റേണിലായിരിക്കാം ചില രൂപങ്ങൾ തരുന്നത്. അത് ചേർത്ത് വെച്ച് തരുന്ന രൂപങ്ങളാണ്. അതില് നമ്മൾ എണ്ണി കണ്ടുപിടിക്കാനുള്ള മതി. എത്ര എണ്ണം അതുപോലെ തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും. ഒരു പാറ്റേൺ
തരത്തിൽ. ഉദാഹരണത്തിന് സമചതുരങ്ങളുടെ എണ്ണം ഇപ്പൊ 3 വരുന്ന സമചതുര രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ സമചതുരവും 2 ഭാഗത്തും ചേർന്ന് വരുമ്പോഴാണ് സമചതുര രൂപമായി മാറുന്നത്. ചെറിയ ചെറിയ സമചതുരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന രൂപങ്ങൾ. അങ്ങനെ ഇപ്പൊ 3 മുകളിലും സൈഡില് 3 വരുന്ന 9 കള്ളി സമചതുരത്തിന്റെ ഉള്ളിലുള്ള ചതുരങ്ങൾ കണ്ടുപിടിക്കാൻ ഈ രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ തയ്യാറാക്കിയ മെറ്റീരിയൽസിലൊക്കെ അതിന്റെ കൃത്യമായ മാർഗം ഉത്തര സൂചികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്ക്വയർ എന്നാണല്ലോ പറയാറ്. അപ്പോൾ ആ സ്ക്വയർ തന്നെയാണ് അതിന്റെ ഒരു മാർഗമായിട്ട് വരുന്നത്. ഒരൊറ്റ ചതുരമാണെങ്കിൽ 1 × 1 എന്നുള്ളതും 2 ചതുരങ്ങൾ, അതായത് 4 ചതുരങ്ങൾ ഉൾപ്പെടുന്ന വലിയ സമചതുര രൂപം. ഇപ്പൊ മുകളിൽ 2, സൈഡിൽ 2. അതിനെ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്താൻ അതിൽ 5 ഉണ്ടാവുക. 1 × 1 + 2 × 2 എന്നാണ് നമ്മൾ തന്നെ. അപ്പൊ 3 വരുന്നത് കാണാൻ 1 × 1 + 2 × 2 + 3 × 3 എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടെത്താം. അപ്പൊ 5 ഉണ്ടെങ്കിൽ 1 × 1 + 2 × 2 + 3 × 3 + 4 × 4 + 5 × 5 ഈ രീതിയിൽ നമുക്ക് ആ ഒരു സമചതുരങ്ങൾ ചേർന്ന് വരുന്ന വലിയ സമചതുരം, ചെറിയ സമചതുരങ്ങൾ ചേർന്ന് വരുന്ന സമചതുരം നമുക്ക് ആ രീതിയിൽ അല്ലാതെ കുട്ടികളൊക്കെ പല ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ അത് വെറുതെ വരച്ചു നോക്കി എഴുതുന്നത് കാണും. അപ്പൊ ഇതിന്റെ ഒരു മാർഗം, ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അതേസമയം അത് സമചതുരങ്ങളുടെ രൂപമാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ KSTA മോഡൽ പരീക്ഷയിൽ വന്നിരുന്നു വേറൊരു രൂപം. അത് 15 ചതുരങ്ങൾ ചേരുന്ന ഒരു രൂപമായിരുന്നു. അത് നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയില്ല. പക്ഷെ അതിലെ സമചതുരങ്ങൾ മാത്രം വരുന്ന സ്ഥലത്തുള്ള രൂപങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാനും മറ്റുള്ളവ അല്ലാതെ എണ്ണിയെടുക്കാനും കഴിയും. ഇനി നേരെ വരുന്ന ചതുരങ്ങൾ, സാധാരണ ചതുരങ്ങളുടെ എണ്ണമാണെങ്കിൽ അവിടെ നമുക്ക് എത്ര ചതുരങ്ങൾ ചേർന്നാണോ നേരെയുള്ള ചതുരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ എണ്ണം പ്ലസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഇനി വേറൊരു ചോദ്യം ഞാനൊന്ന് ഇതുമായിട്ട് വരുന്ന പ്രസ്താവന ചോദ്യങ്ങളിൽ വരാണ്. നമ്മളിത് ഞാൻ പറഞ്ഞുകൂടെ പ്രത്യേകതകൾ, 5 വശങ്ങളുടെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. എന്താണൊരു ചതുരം എന്ന് പറഞ്ഞാൽ? നമുക്ക് ചതുർഭുജം എന്നും പറയാറുണ്ട്, ചതുരം എന്ന് പറയും. ചതുർഭുജം എന്നുള്ള 4 വശമുള്ള എല്ലാ രൂപങ്ങളെയും നമ്മൾ ചതുർഭുജം എന്നാണ് പറയാറ്. അതേസമയം ചതുരമൊരു ചതുർഭുജമാണ്, പക്ഷേ ചതുർഭുജങ്ങളെല്ലാം ചതുരമല്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇക്കൊല്ലം ടെക്സ്റ്റിൽ പഠിച്ച ഒരു രൂപമുള്ളത് സാമാന്തരികമാണ്. ആ സാമാന്തരികം 4 വശമുള്ളതാണ്. ചതുരത്തിന്റെ പ്രത്യേകതകൾ അതിനും ഉണ്ട്, പക്ഷെ ചതുരത്തിന്റെ ഒരേ ഒരു പ്രത്യേകതയെ അതിനില്ലാതുള്ളൂ. അത് അടുത്തടുത്ത വശങ്ങൾ കുത്തനെയാണ്, സ്ട്രെയിറ്റ് ആണ് എന്നുള്ള ആ ഒരു പ്രത്യേകത സാമാന്തരികത്തിനില്ല. അതാണ് ചതുരത്തെയും സാമാന്തരികത്തെയും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളിൽ ചതുരത്തിന്റെ ഈ വിശേഷണങ്ങൾ തന്നുകൊണ്ട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, പുതിയ പരീക്ഷാ രീതി അനുസരിച്ച് പ്രസ്താവന ചോദ്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക എന്നാണ് നമ്മളുടെ സർക്കാർ പരീക്ഷാളർ ഇറക്കിയ നമ്മുടെ നോട്ടിഫിക്കേഷനിലടക്കം കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരു ഉത്തരം കണ്ടെത്തിയാൽ മതിയെങ്കിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓരോന്നിന്റെയും സവിശേഷതകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ത്രികോണമായാലും ഇനി രൂപങ്ങൾ ഒരുമിച്ചായാലും ഇപ്പോൾ ജാമിതീയ രൂപങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താൻ അതിൽ ചിലപ്പോൾ 4 ശരി തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് 4 ശരിയാണെന്നുള്ള ഉറപ്പ് നമ്മളടുത്ത് ഉണ്ടായാലേ അപ്പൊ മിക്ക കുട്ടികളും ഞാൻ നല്ലപോലെ തെറ്റിക്കുന്നത് അവര് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമചതുരം എന്നുള്ളത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അങ്ങനെ എല്ലാ വശങ്ങളും തുല്യമായ രൂപമാണ് സമചതുരം എന്നുള്ളത്. അത് കൃത്യമായിട്ട് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേസമയം അവിടെയും എതിർവശങ്ങൾ തുല്യമാണ് എന്നുള്ളത് കാണാം. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല.
അപ്പൊ ഈ പ്രത്യേകതകളൊക്കെ ചിലപ്പോൾ നമ്മളെ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പ്രത്യേകതകളും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇപ്പോ ഒരു പ്രസ്താവന തരികയാണ്, എല്ലാ ചതുരവും ചതുർഭുജമാണ്, അതുപോലെ തിരിച്ചും എല്ലാ ചതുർഭുജവും ചതുരമാണ്. അപ്പോൾ അവിടെ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളത് അത് നമുക്ക് കണ്ടെത്താൻ കഴിയണം, എങ്കിലേ ശരിയായ പ്രസ്താവനയിലേക്ക് പോകാൻ കഴിയും. അതുപോലെ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ചെറിയ ഒരു ഹിന്റ് മാത്രമാണ്. വശങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ആ വശങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട് ഓരോ രൂപത്തിലും. വൃത്തമാണെങ്കിൽ, ത്രികോണമാണെങ്കിൽ, സാമാന്തരികമാണെങ്കിൽ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ചുറ്റുമായി ബന്ധപ്പെട്ട് ഏത് രൂപമാവാം, രൂപങ്ങൾ ചേർന്ന് വരുമ്പോൾ കുട്ടികൾ മിക്കവാറും ഇപ്പൊ രണ്ട് ചതുര കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് പുതിയൊരു ചതുരം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചുറ്റളവ് എന്താണ്, എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് വരുമ്പോൾ ചേർത്ത് വെക്കുന്ന വശവും കൂടി കൂട്ടുന്നൊരു കാര്യം കുട്ടികൾ ചെയ്യാറുണ്ട്. നമുക്കറിയാം, രണ്ട് ചതുരങ്ങൾ ഇതേ രീതിയിൽ ചേർത്ത് വെക്കുമ്പോൾ ഈ ചേർന്ന് വരുന്ന ഭാഗം ഇല്ലാതാവുകയും അതിന്റെ പുറമേയുള്ള അളവ് മാത്രമായി മാറുകയും അത് മാത്രമാണ് നമ്മൾ കൂട്ടേണ്ടതും. അപ്പൊ ചുറ്റുമുള്ള ചുറ്റളവ് അല്ലാതെ അതിന്റെ ഇടയിലുള്ള നടുക്കുള്ള അളവല്ല എന്നുള്ളത് ഓർക്കുക. വ്യത്യസ്തമാണ് ത്രിമാന രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മള് ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് രൂപങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട രൂപങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. ക്യൂബ്, റെക്ടാങ്കുലർ ബ്ലോക്ക്, ഗോളൻ സ്റ്റാർ, വൃത്തസ്തൂപിക, കോൺ, ഇങ്ങനെ അപ്പൊ അതിന്റെ മുഖങ്ങളും നേരിട്ട് കാണുന്ന ഒരു ചതുരം, വരച്ച ചതുരത്തിന്റെ വശങ്ങളും ഒക്കെയുള്ള വ്യത്യാസം, എണ്ണത്തിന്റെ വ്യത്യാസം. ക്യൂബിനാണെങ്കിൽ 6 മുഖങ്ങളുണ്ട്, ഗോളത്തിന് 1 മുഖമേ ഉള്ളൂ, വൃത്തസ്തൂപികയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വശങ്ങള്, മുഖങ്ങള്, അതിന്റെ വക്കുകള്, മൂലകള്, ഇതിനെ കുറിച്ചുള്ള ഒക്കെ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ചിലപ്പോൾ രൂപം തിരിച്ചറിയാനുള്ളതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളായിരിക്കാം ഉണ്ടാകും. സമയത്തിലേക്ക് കട്ടയ്ക്ക് അല്ലെങ്കിൽ ക്യൂബിന് 6 മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ 5 മുഖങ്ങളുണ്ട്. ഈ രീതിയിൽ തെറ്റായതും ശരിയായതുമായ പ്രസ്താവനകൾ വരാൻ സാധ്യതയുണ്ട്. രൂപങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം പ്രസ്താവന ചോദ്യങ്ങൾ ഇങ്ങനെ വരെ. ഇനി ചില അളവുകൾ തന്നുകൊണ്ട് ചില ചിത്രങ്ങൾ തരും, ചിലതിൽ ചിത്രങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചോദ്യം പറയുകയാണെങ്കിൽ, അനുവിന്റെ കയ്യിൽ 4 മടക്കിയ ഒരു സമചതുര കടലാസ്, 4 മടക്കിയ ഒരു സമചതുര കടലാസ് എങ്കിൽ മടക്കുന്നതിന് മുമ്പ് അതിന്റെ ചുറ്റളവ് എങ്ങനെയായിരിക്കും? അളവ് ചിലപ്പോൾ 4 മടക്കിയതിന്റെ അളവ് 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ അളവ് തന്നിട്ടുണ്ടാവില്ല. ഒരു പ്രസ്താവന ചോദ്യമായിട്ട് തരികയാണെങ്കിൽ ചിലപ്പോൾ അളവ് തരാതെയും ചോദിക്കാം. അപ്പോ അവിടെ ചുറ്റളവ് ഇരട്ടിയാവും, അല്ലെങ്കിൽ ചുറ്റളവ് പകുതിയാവും, അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ വർദ്ധിക്കും, ഇല്ലെങ്കിൽ 4 സെന്റിമീറ്റർ വർദ്ധിക്കും. ഈ രീതിയിലുള്ള പ്രസ്താവനകൾ തന്നുകൊണ്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ മടക്കുമ്പോൾ നമുക്ക് കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ ചേർത്ത് വെക്കുക എന്നുള്ള അതേ കാര്യമാണ് ഇവിടെ മടക്കുമ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ അനുവിന്റെ കയ്യിൽ 4 മടക്കിയ ഒരു സമചതുര കടലാസ് ഉണ്ട്. അതിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ ആണ് എങ്കിൽ മടക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്കത് മടക്കി നോക്കി ചെയ്തു നോക്കിയാൽ എന്താണ് അതിന്റെ വ്യത്യാസം വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോ അവിടെ 4 മടക്കുന്ന പറയുമ്പോൾ 2 മടക്കുമ്പോൾ നമ്മുടെ സമചതുരം അല്ലാതായി മാറുന്നു. അപ്പോൾ ഒരു ഭാഗം 8 8 16 മാറുന്നു. വീണ്ടും നിവർത്തുമ്പോൾ എല്ലാ ഭാഗവും 16 മാറുന്നു എന്നുള്ള ഒരു പേപ്പർ മടക്കിയൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേ രീതിയാണ് 8 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരവും 9 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരവും ചേർത്ത് വെച്ച്
വലിയൊരു ചതുരം ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു ചുറ്റളവ് എങ്ങനെ? അപ്പോൾ ആ ചേരുന്ന ഭാഗത്തിന്റെ 8 എന്നുള്ള ഭാഗം ഇല്ലാതായി മാറുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ചിത്രങ്ങളൊന്നും തരാതെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഇന്ന് നമ്മളെ ഗ്രൂപ്പിൽ വന്ന ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്. ഹരിയുടെ പുരയിടം 150 സെന്റിമീറ്റർ നീളത്തിലും 60 സെന്റിമീറ്റർ വീതിയിലുമുള്ളതാണ്. ചതുരാകൃതിയിലുള്ള പുരയിടമാണ്. മകളുടെ കല്യാണാവശ്യത്തിനായി അതിൽ നിന്നും 60 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള കഷ്ണം മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എന്നുള്ളൊരു ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് ആ രൂപം ഒന്ന് വെറുതെ പെൻസിൽ കൊണ്ടൊന്ന് വരയ്ക്കുന്ന സ്കെയിലൊന്നും വേണമെന്നില്ല. വെറുതെ വരച്ച് നമ്മുടെ ആ അളവുകളിലൂടെ പോസ്റ്റ് ചെയ്യുക. നീളം 150, 60. അതിൽ മുറിച്ചു കൊടുത്ത ഭാഗം നമ്മൾ വേറെ മാർക്ക് ചെയ്യും. ബാക്കിയുള്ളത് എത്ര? പിന്നെ പല സ്ഥലത്തും ഈ ഒരു പ്രശ്നം കൊടുക്കുമ്പോൾ കുട്ടികൾ അവിടെ കാണുന്നില്ല. ആ കാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ 150 നിന്ന് 9 കുറച്ച് എല്ലാ സൈഡും കൂട്ടാതെ പറയുന്നൊരു ഇത് കാണുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യേണ്ടത് ആ കൃത്യമായിട്ട് എന്താണ് പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന രൂപം, ആ രൂപം നമ്മുടെ പേപ്പറിലേക്ക് അവിടെ എഴുതിയിട്ടേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് വരച്ച് അവിടെ പോസ്റ്റ് ചെയ്ത് അതനുസരിച്ച് മുറിച്ച് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഉള്ളതാണ് ടാൻഗ്രാം രൂപം. ഈ വർഷം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ടാൻഗ്രാം രൂപങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൽ എത്ര കഷ്ണമുണ്ടെന്ന്. അതിൽ തന്നെ പ്രസ്താവന ചോദ്യങ്ങളായിട്ട് വരാം. ആ ടാൻഗ്രാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റേത് അല്ലെങ്കിൽ ശരിയേത്. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഉത്തരം എഴുതാവൂ. അവിടെ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത്, ശരിയാണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തണം. മിക്ക പരീക്ഷകളും ചിലതൊക്കെ നടത്തുമ്പോൾ നമ്മൾ കാണുന്ന, ഞാൻ സ്ഥിരമായി കാണുന്നതാണ്, അവർ ആ ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കാതെ തെറ്റ് ചോദിച്ചതിന് ശരി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോ ഇവിടെ ടാൻഗ്രാമുമായി ബന്ധപ്പെട്ട് എത്ര ത്രികോണങ്ങളുണ്ട് എന്നും അതില് സമചതുരത്തിന്റെ കഷ്ണമുണ്ടോ എന്നും സമാന്തരീയത്തിന്റെ കഷ്ണമുണ്ട് എന്നും ഒക്കെ ഉള്ള ധാരണ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അപ്പോ ഇതനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ചുറ്റളവ് എന്ന് പറയുന്ന പെരിമീറ്റർ എന്ന് പറയുന്നത് 4 വശവും ചേരുന്ന രൂപത്തിന്റെയാണ്. അത് ത്രികോണമാണെങ്കിൽ 3 വശവും ചേരുന്നതാണ്. ഇപ്പൊ ചിലപ്പോ 2 രൂപം തരും. ഒരു ത്രികോണവും ഒരു ചതുരവും ഒരു സമചതുരവും തന്നേക്കാം. എന്നിട്ട് ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ ചുറ്റളവ് തന്നതിന് ശേഷം ഈ അതേ ചുറ്റളവാണ് ആ സമചതുരത്തിനെങ്കിൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ എത്രയായിരിക്കും എന്നുള്ള ചോദ്യം ചിലപ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ 2 രൂപങ്ങളാണ് താരതമ്യം ചെയ്യുന്നത്. ഒന്നിന് 3 വശമാണ്, ഒന്നിന് 4 വശമാണ്. അപ്പോ ആ അളവിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കൃത്യമായിട്ട് കഴിയണം. പിന്നെയുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ആയിരിക്കും ഉത്തരം എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നം വരും. നമുക്ക് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഞങ്ങൾ അധ്യാപക കൂട്ടം തയ്യാറാക്കിയ, ഞാൻ തന്നെ തയ്യാറാക്കിയ മെറ്റീരിയൽസിൽ ഉത്തരസൂചികൾ കൂടി നിങ്ങൾ കൃത്യമായി 1-2 തെറ്റുകൾ അതിൽ വന്നിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ വന്നതായിരിക്കും. ഓപ്ഷൻ ഉത്തരസൂചിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വന്ന പ്രശ്നമായിരിക്കും. അത് അധ്യാപകരോട് കൂടി ചോദിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മൊത്തമായിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1ാമത്തെ പാഠത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ പാഠത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. 2, 3 പാഠങ്ങൾ ഒരുമിച്ച് നോക്കാം. നമുക്ക് 2ലും 3ലും നമ്മൾ 1ാമത്തെ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന
സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രൂപങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലാണ് അതിന്റെ തുടക്കം ഒന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ രൂപങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. അതേപോലെയല്ല സംഖ്യകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇതുവരെയുള്ള LSS പരീക്ഷകൾക്ക് വന്നിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നമ്മുടെ ഈ CM കിഡ്സ് സ്കോളർഷിപ്പിലും ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സംഖ്യകള് വ്യത്യസ്തങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. നമ്മൾ പഠിക്കുന്നത് 4 അക്കം മുതൽ 5 അക്കം വരെയുള്ള സംഖ്യകളാണ് 4ാം ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പൊ ആ സംഖ്യകളുടെ അവ വലുത് ചെറുത് ഇവ തമ്മിലുള്ള വ്യത്യാസം മിക്കവാറും ചോദിക്കുന്നതാണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള സംഖ്യകൾ, അവരുടെ സംഖ്യകൾ വായിക്കാനും എഴുതാനും അത് കൃത്യമായ സ്ഥാനവിലക്കനുസരിച്ച് ക്രമീകരിക്കാനും കഴിയുക എന്നുള്ളതാണ് ഈ സംഖ്യാബോധം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ എന്താണ് പറയേണ്ടത്, കുട്ടികൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. കുട്ടികള് ഇടയിൽ 0 വരുന്ന ചില സംഖ്യകള് വായിക്കാനും എഴുതാനും വല്ലാതെ തെറ്റിക്കാറുണ്ട്. ഇപ്പൊ 1010 എന്ന് എഴുതുമ്പോൾ അതിൽ പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നത് പലപ്പോഴും കാണാറുണ്ട്. അവിടെ വായിക്കുന്നതും ആ സ്ഥാനവിലയും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റില്ല. അതിനാണ് നമ്മൾ അബാക്കസിൽ ഈ സംഖ്യകൾ ക്രമീകരിച്ച് പരിശീലിക്കുന്നത്. അവിടെ ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ സ്ഥാനവില മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. അപ്പൊ ഇതിന് പറയാവുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ 4 അക്കങ്ങൾ തന്ന് അതിൽ കൊണ്ടുണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യയിലെ വലുതും 4 അക്ക സംഖ്യയിലെ ചെറുതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സംഖ്യകളുടെ തുക എപ്പോഴും ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നത് സംഖ്യകളുടെ തുക, അതായത് 4 അക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക. ഈ അക്കങ്ങളുടെ തുകയും അബാക്കസിലെ മുത്തുകളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അക്കങ്ങളുടെ തുക തന്നെയായിരിക്കും നമുക്ക് അബാക്കസിൽ ആ സംഖ്യ ക്രമീകരിക്കാൻ വേണ്ട. ആ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളും ക്രമീകരിക്കാൻ നമുക്ക് അത്രയും മുത്തുകളായിരിക്കും അതിൽ വേണം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു അബാക്കസിൽ സംഖ്യ ക്രമീകരിച്ച ചിത്രം തന്നുകൊണ്ട് ഇതിലുള്ള മുത്തുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത രീതിയിൽ സംഖ്യകൾ ഉണ്ടാക്കിയാൽ അതിലെ വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നുള്ള തരത്തിലുള്ള, നമുക്കറിയാം എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മളോട് ചോദിക്കില്ല. നിങ്ങളെല്ലാവരും, കുട്ടികളെല്ലാവരും നമ്മുടെ സ്കൂളിലെ ഏറ്റവും മികച്ചത് എന്ന് കരുതുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികള് വളരെ പരീക്ഷിക്കാനുള്ള ചോദ്യമായിരിക്കും. നമുക്കറിയാം, എല്ലാം മുൻകൂർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. 48 മാർക്ക് എന്നുള്ള അതൊക്കെ മാറി എത്ര മാർക്ക് നേടുന്നുവോ അത്രയും മാർക്ക്, കട്ട് ഓഫ് മാർക്ക് എന്നുള്ളൊരു മാർക്ക് പരീക്ഷയ്ക്ക് ശേഷം തീരുമാനിക്കുമ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കാനുണ്ട്. പിന്നെ നിങ്ങളെ ചെറിയ ക്ലാസ്സിൽ മുതൽ പരിശീലിച്ച പാറ്റേണുകൾ, എന്തായാലും ഒരു ചോദ്യം നമ്മൾ മിക്കവാറും ഈ പാറ്റേൺ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അത് കുറയുന്ന തരത്തിലുള്ള പാറ്റേൺ ആവും, കൂടുന്ന തരത്തിലുള്ള പാറ്റേൺ ആവും, അല്ലെങ്കിൽ ഗുണന എത്തുമ്പോൾ ഗുണനവുമായി ബന്ധപ്പെട്ട പേരാണ്. എല്ലാ പാഠത്തിനും അത് പാറ്റേൺ ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിലെ സംഖ്യകൾ ഒരു 3 സംഖ്യകളൊക്കെ ചില മിക്കവാറും തരാറുണ്ട്. 3ഓ 4ഓ സംഖ്യകൾ തരും. അപ്പോൾ ആദ്യത്തിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ തൊട്ടടുത്ത പാറ്റേൺ കണ്ടുപിടിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോ ആ സംഖ്യകൾ തമ്മിലുള്ള ബന്ധമാണ് ആ പാറ്റേണിന്റെ അടിസ്ഥാനം. ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള ബന്ധം അതേ ബന്ധം തന്നെ ആയിരിക്കാം ചിലപ്പോൾ രണ്ടാമത്തതും മൂന്നാമത്തതും. പക്ഷേ ചില സമയത്ത് അതല്ലാത്ത കൂടി വരുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ പാറ്റേൺ മിക്കവാറും ചിലപ്പോൾ തന്നിരിക്കുന്ന ഒരു വലിയ ചോദ്യത്തിന്റെ ഉപചോദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അതിലൊരു
പാറ്റേൺ നിർമ്മിക്കാൻ പറയുക. ചിലപ്പോൾ കുറെ കാർഡുകൾ തന്നിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, ഇതിൽ നിന്നും ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന കാർഡുകളിൽ നിന്നും നിങ്ങൾ ഇന്നേ സംഖ്യയിൽ തുടങ്ങുന്ന ഒരു പാറ്റേൺ നിർമ്മിക്കുക. അപ്പൊ പാറ്റേൺ നിർമ്മിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളെ അഹോക്കത്തിലൊക്കെ സംഖ്യകൾ ക്രമീകരിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് സ്ഥാനവിലയും നിങ്ങൾ ഏകദേശമൊക്കെ കൃത്യപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 2 പാഠത്തിലും, ഒന്നിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ പാഠത്തിലും കൃത്യമായിട്ട് ചില നമ്പർ, അവസാനത്തെ നമ്പർ, ആദ്യ നമ്പർ, ഇടയിലത്തെ നമ്പർ, അതാണ് ഞാനിവിടെ ആദ്യ സംഖ്യ, അവസാന സംഖ്യ, ഇടയിലെ സംഖ്യ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കില് ചില കാറുകളുടെ ഓട്ടവുമായി ബന്ധപ്പെട്ട്, റാലിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാറിന് ഇത്രാമത്തെ നമ്പറാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ 10 കാറുകളാണ് പങ്കെടുക്കുന്നത് എങ്കിൽ 10ാമത്തെ നമ്പർ എത്ര എന്നുള്ള ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിനെ കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം. ഇപ്പൊ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് LSS പരീക്ഷയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുന്ന ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ഒരു 4 അക്ക സംഖ്യ അല്ലെങ്കിൽ ഒരു 5 അക്ക സംഖ്യയാണ് എങ്കിൽ അവസാന സംഖ്യ എന്ന് വെച്ചാൽ എത്ര കുട്ടികൾ ആ ഹാളിൽ പരീക്ഷ, അല്ലെങ്കിൽ 2 റൂം, ഇന്നേ നമ്പർ വരെയുള്ള കുട്ടികളെങ്കിൽ എത്ര കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഇവിടെ സംഖ്യകള് എണ്ണം കണ്ടെത്തുമോ? ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ആ നമ്പർ മുതൽ അങ്ങ് എഴുതിപ്പോവും, എന്നിട്ട് എണ്ണം കണ്ടുപിടിക്കും. ഇവിടെ ഒന്നുമില്ല, നമ്മൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി, അതിലുൾപ്പെട്ട നമ്പർ നമ്മൾ കുറയ്ക്കുകയും ചിലപ്പോൾ കൂട്ടുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലത് അധികം കൂട്ടുന്നത് കുറയ്ക്കേണ്ടി വരും, ചിലത് കുറച്ചത് കൂട്ടേണ്ടി വരും. ഇതാണ് ഇവിടെ ഇപ്പോ 16 മുതൽ നമ്പർ 10 കാറുകൾക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ അവസാനത്തെ നമ്പർ എത്ര എന്ന് ചോദിച്ചാൽ കുട്ടികൾ ചെയ്യാൻ പോകുന്നത് 10,000-നോട് 10 കൂട്ടുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ 10,000 ആ 10-ൽ ഉൾപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നില്ല, കുട്ടി ചിന്തിക്കുന്നില്ല. 10,000-ൽ തുടങ്ങിയ 10 നമ്പറുകളാണ് കാറുകൾക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ അവസാനത്തെ കാറിന്റെ നമ്പർ എത്ര എന്നായിരിക്കും ചോദ്യം. കുട്ടി 10,000 + 10 10,010 എന്ന് ചിലപ്പോൾ കുട്ടി എഴുതുന്നു. ഇവിടെ എന്താണ്, 10,000 എന്ന ഒന്നാമത്തെ കാറിന്റെ നമ്പറോട് വീണ്ടും 10 കാറുകളുടെ നമ്പർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരിക്കും കൂട്ടേണ്ടത് 9 കാറുകളാണ്, അല്ലെങ്കിൽ 10 കാറ് കൂട്ടിയിട്ട് ഒരു കാറിന്റെ നമ്പർ കുറയ്ക്കുകയും വേണം. ഈ രീതിയിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ നമ്മുടെ കുട്ടികൾ വരുത്താറുണ്ട്. ഇനി ഒരു വീട്ടില് രമ്യ മുന്നിൽ നിന്ന് 11ാമതും പിന്നിൽ നിന്ന് 7ാമതുമാണ് നിൽക്കുന്നതെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് എന്നുള്ള ഒരു ചോദ്യം. കുട്ടി മുന്നിൽ നിന്ന് 11ാമതാണ്, പുറകിൽ നിന്ന് 7ാമതാണ്, 11 7 18 പേരുണ്ട് എന്നുള്ള ഉത്തരം മിക്കവാറും വരാറുണ്ട്. ഇവിടെ ആ നടുവിൽ നിൽക്കുന്ന കുട്ടി 2 പ്രാവശ്യം നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യം നമ്മളത് മുന്നിലും പിന്നിലുമുഴും. ഇപ്പോ മുന്നിൽ നിന്ന് 11ാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മുന്നിൽ 10 കുട്ടികളെ ഉള്ളൂ. അതുപോലെ പിന്നിൽ നിന്ന് 7ാമത് എന്ന് പറഞ്ഞത് തന്റെ പിന്നിൽ 6 കുട്ടികളെ ഉള്ളൂ. ഈ രീതിയിൽ 10 6 16 എന്നുള്ള രീതിയിൽ കാണുകയും നടുക്ക് നിൽക്കുന്ന ആ ആളെ കൂടി അതിന്റെ കൂടെ കൂട്ടുകയും ചെയ്യുമ്പോൾ കൃത്യമായ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ 11 7 കൂട്ടുകയും അതിൽ നിന്ന് നടുക്ക് 2 പ്രാവശ്യം കൂട്ടിയ ഒരാളെ കുറയ്ക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രവർത്തനം മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. അത്തരത്തിൽ ഒന്നുകിൽ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ഇടയിലെ സംഖ്യ കണ്ടുപിടിക്കാൻ. ഇതിൽ തന്നെ ഇടയിലെ സംഖ്യ കണ്ടുപിടിക്കുന്ന മറ്റൊരു ചോദ്യം വരാറുണ്ട്. തുടർച്ചയായ കൂട്ടങ്ങളുടെ സംഖ്യകളുടെ തുക വരുന്ന രീതിയിൽ. ഇപ്പോൾ 3 സംഖ്യകളുടെ തുക എങ്കിൽ അതിലെ 3 സംഖ്യകൾ ഏതൊക്കെ എന്ന് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക 90 ആണ് എങ്കിൽ അതിലെ
3 സംഖ്യകൾ ഏതൊക്കെ, അല്ലെങ്കിൽ അതിലെ നടുവിലത്തെ സംഖ്യ ഏതൊക്കെ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ ചെറിയ ഹരണം വരുന്നുണ്ട്, പക്ഷെ നമ്മളത് ഈ പാഠത്തിൽ തന്നെ സംഖ്യകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ അതിനെ കണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ സംഖ്യകൾ കൂട്ടുമ്പോൾ, എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ അതിന്റെ പ്രത്യേകത, അത് കൂടിച്ചേരുമ്പോഴുള്ള പ്രത്യേകത, ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ അവിടെയാണ് വരുന്നത്. ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ അതിൽ 4 ഇരട്ട സംഖ്യകളും 5 ഒറ്റ സംഖ്യകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പൊ 2 അക്കമുള്ള എത്ര ഇരട്ട സംഖ്യകൾ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ സംഖ്യകൾക്കും ഇരട്ട സംഖ്യകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കുട്ടികൾക്ക് വേണം. അപ്പോ അക്കങ്ങളുടെ പ്രത്യേകത പലപ്പോഴും ക്ലാസ്സിൽ ഞാനൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഓഡ് നമ്പർ ഈവൻ നമ്പർ, അല്ല ഒറ്റയും ഇരട്ടയും എന്നുള്ള അതും ഒരൊറ്റ സംഖ്യ, രണ്ടക്ക സംഖ്യ, മൂന്നക്ക സംഖ്യ എന്നുള്ള ഒരു വാക്കുകളും തമ്മിൽ മിക്സ് ചെയ്തു പോകുന്ന ഒരു പ്രശ്നം കുട്ടികളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഒറ്റ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ധരിക്കുന്നു അത് ഒരൊറ്റ സംഖ്യ, അല്ലെ ഇരട്ട സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ രണ്ടക്ക സംഖ്യ. ഈ രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളത് ആ കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7, 9 അവസാനിക്കുന്ന സംഖ്യകളാണ്. അത് എത്ര അക്ക സംഖ്യ ആയാലും, ഒരക്ക സംഖ്യ ആയാലും, രണ്ടക്ക സംഖ്യ ആയാലും, മൂന്നക്ക സംഖ്യ ആയാലും, നാലക്ക സംഖ്യ ആയാലും, ഒറ്റ അക്കത്തില് അവസാനിക്കുന്ന സംഖ്യ അതായത് ഒറ്റ സംഖ്യ എന്ന് പറയപ്പെടുന്നു. ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് 2, 4, 8, 2, 4, 6, 8, 0, 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യ. അപ്പോ ഇത് അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എങ്ങനെ, അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എങ്ങനെ, അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ കൂട്ടിയാൽ എങ്ങനെ, ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ 2 ഒറ്റ സംഖ്യകളുടെ തുകയായി വരാൻ സാധ്യതയില്ലാത്തത് ഏത്, അല്ലെങ്കിൽ സാധ്യതയുള്ളത് ഏത് ചോദിക്കാം. അവിടെ കൃത്യമായി കുട്ടി അത് ഹൃദയസ്ഥമാക്കിയിരിക്കണം. 2 എണ്ണൽ സംഖ്യ കൂട്ടിയാൽ എപ്പോഴും, അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും ഉത്തരം ഒറ്റ സംഖ്യയായിരിക്കും. ഇനി 2 ഒറ്റ സംഖ്യകൾ, അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും ഉത്തരം ഇരട്ട സംഖ്യ ആയിരിക്കും. ഇരട്ട സംഖ്യയാണെങ്കിലും ഉത്തരം ഇരട്ട സംഖ്യ ആയിരിക്കും. ഇത്തരത്തിൽ ഓപ്ഷൻസ് തന്നുകൊണ്ട് ഉത്തരമാവാൻ സാധ്യതയില്ലാത്തത് അല്ലെങ്കിൽ സാധ്യതയുള്ളത് എന്നുള്ള ചോദ്യം. പിന്നെ ഒരു സംഖ്യയെ കുറിച്ച് വ്യത്യസ്ത ക്രിയകൾ നമുക്കറിഞ്ഞിരിക്കും. ഇപ്പോൾ 50 എന്നൊരു സംഖ്യ, ഇപ്പൊ 50 + 40 ഈ ക്രിയയെ, ഇത് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ആ ക്രിയ തന്നുകൊണ്ട് ഇതിന്റെ ഉത്തരമായി വരാൻ സാധ്യതയില്ലാത്ത കൂട്ടം ഏതാണ്, അല്ലെങ്കിൽ ജോഡി ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് താഴെ അതിന്റെ വ്യത്യസ്ത ക്രിയകൾ, ഹരണത്തില് ആ ഉത്തരം കിട്ടുന്നതാവാം, പിന്നെ ഗുണനത്തിൽ ആ ഉത്തരം കിട്ടുന്നതാവാം. അപ്പൊ വ്യത്യസ്ത ക്രിയകളിലൂടെ ഒരു സംഖ്യ ഉണ്ടാവുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അക്കത്തിലും സംഖ്യയുടെ വ്യാഖ്യാനത്തിൽ പ്രധാനമാണല്ലോ അക്കത്തിലും അക്ഷരത്തിലും എഴുതുക. അക്കത്തിലും എഴുതിയ ഒരു സംഖ്യയെ അക്ഷരത്തിലേക്ക് മാറ്റുമ്പോൾ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നല്ല പറയുന്നത്, ആ അക്കത്തിൽ വായിച്ച സംഖ്യ കൃത്യമായിട്ട് അക്ഷരത്തിൽ എങ്ങനെ എഴുതുമെന്നുള്ളത് അവിടെ തെറ്റുകൾ പറ്റാറുണ്ട്. അത് മിക്കവാറും ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തില് ചില സംഖ്യകൾക്ക് കൃത്യമായിട്ട്, ഇപ്പൊ എന്താണ് 9999, ആ 9 വരുന്നത് ഒരു പ്രശ്നം നമ്മുടെ മലയാളം മീഡിയത്തില് കാണാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തില് അത് കൃത്യമായിട്ട് 90,000 എന്ന് തന്നെ, അല്ലെങ്കിൽ 9,000 എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് ആ ഒരു അക്ഷരത്തിൽ എഴുതുന്നതിന് പ്രശ്നം വരാറില്ല. പക്ഷെ മലയാളത്തിൽ എഴുതുമ്പോൾ അത് ചിലപ്പോൾ 9,900 990 ഒക്കെ ചിലപ്പോഴായി മാറാറുണ്ട്. അത് വായിക്കുമ്പോഴും ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട്. ഈ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്തായാലും നമുക്കറിയാം, പകുതി ഒറ്റസംഖ്യയും പകുതി ഒന്നര വിട്ടുള്ള സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളാണ്. അത് 0 മാത്രമാണ് 0 വരുന്നത്. അതുകൊണ്ടാണ് ഒരു അക്കം മാത്രമുള്ള സംഖ്യകൾ 5 ഒറ്റ സംഖ്യയും 4 ഇരട്ട സംഖ്യയും ആയി മാറുന്നത്.
പിന്നീട് അങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം ഒരേപോലെ എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും ഒറ്റ സംഖ്യകൾ. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ 4-ാമത്തെ ഇരട്ട സംഖ്യ ഏത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 4 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യ ഈ ചോദിക്കാൻ സാധ്യത. അത് ഇരട്ടിയും പകുതിയും എന്നുള്ള ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. 400-ാമത്തെ ഇരട്ട സംഖ്യ 800-ഉം 400-ാമത്തെ ഇരട്ട സംഖ്യ 200-ഉമാണ് എന്നുള്ള ആ ഒരു ഇരട്ടിയും പകുതിയും എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഒറ്റ സംഖ്യ വരുമ്പോഴും അങ്ങനെ. 400-ാമത്തെ ഒറ്റ സംഖ്യ ഏത്? അവിടെ ഒന്നുമില്ല. 400-നെ 2 കൊണ്ട് ഗുണിച്ച് 1 കുറച്ചാൽ മതി. 400-ാമത്തെ ഇരട്ട സംഖ്യ 800 ആണെങ്കിൽ 400-ാമത്തെ ഒറ്റ സംഖ്യ 800-ന് തൊട്ട് മുമ്പിലുള്ള സംഖ്യ ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കണ്ടുപിടിക്കാൻ കഴിയണം. മുമ്പ് എപ്പോഴോ ചോദിച്ച ഒരു ചോദ്യമാണ് 3 അക്കമുള്ള എത്ര ഇരട്ട സംഖ്യകളുണ്ട്. അത് കുട്ടികള് 3 അക്കം ആലോചിക്കില്ല. കുട്ടികൾ ആ 3 അക്കം വരെ 999 വരെയുള്ള ഇരട്ട സംഖ്യകൾ 999-ന് ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ എഴുതി വെക്കും. അത് ചിലപ്പോൾ 1 മുതലുള്ള എണ്ണമായിരിക്കും അവിടെ വരുന്നത്. 3 അക്കം എന്ന് പറയുന്നത് 100 മുതൽ തുടങ്ങുന്നതാണെന്നുള്ള ധാരണ കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോ ഉണ്ടായിന്ന് വരില്ല. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും മിക്കവാറും ചോദിക്കാറ് ഇത് തന്നെയാണ്. ഇത്രാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്, ഇത്രാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ ഇന്നേ സംഖ്യ എത്രാമത്തതാണ്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. ഇനി വ്യത്യസ്ത സംഖ്യകളുടെ നിർമ്മാണം 4 അക്കങ്ങൾ തരുന്നു. ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര സംഖ്യകൾ, അത് കൃത്യമായിട്ട് കുട്ടികളത് കുറെയൊക്കെ പേര് വൈകാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 4 അക്കം കൊണ്ട് 1000-ന്റെ സ്ഥാനത്ത് വരുന്ന 6 അക്കം, അങ്ങനെ 4 കൂട്ടം ഉണ്ടാക്കാം. 4, 6, 24 സംഖ്യകൾ ഉണ്ടാക്കാം എന്നുള്ളത്. അവിടെ വരിക 0 എന്നുള്ളൊരു സംഖ്യ ആ കൂട്ടത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 സംഖ്യകളുടെ കുറവുണ്ടാവും. 18 സംഖ്യകളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയണം. ആ ഉണ്ടാക്കിയതിൽ വലുത് കണ്ടെത്താൻ കഴിയണം. വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ കഴിയണം. അതൊക്കെ ആ വ്യത്യാസം ചിലപ്പോൾ ഈ വലുതും തമ്മിലുള്ള വ്യത്യാസം താഴെ പറയുന്നതിൽ ഏത് എന്ന് തന്നിട്ട് ഒരു 2 or 3 ശരിയുത്തരങ്ങൾ പല ക്രിയകളായി തന്നുകൊണ്ട് നമ്മൾ ഓപ്ഷൻ തരാൻ സാധിക്കും. അപ്പൊ 1, 2, 3 ചിലപ്പോൾ ശരിയായിരിക്കും, അല്ലെങ്കിൽ 1, 3 ശരിയായിരിക്കും. ഈ രീതിയിലുള്ള ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ വർഷത്തെ പരീക്ഷയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ഓപ്ഷനിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓപ്ഷനിൽ മുകളിൽ തന്നിരിക്കുന്നതിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഒരു കൂട്ടം സംഖ്യകളുടെ മുമ്പ് കുറെ പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. അത് ഒറ്റ സംഖ്യകളുടെ തുകയുണ്ട്, ഇരട്ട സംഖ്യകൾ. അത് ഞാൻ ഈ പാഠത്തിൽ തന്നെ പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ ഇതിലാണ് പെരുക്കൽ പെരുമയില് അല്ലെങ്കിൽ കൂടുന്ന കൂട്ടത്തില് ആണെന്ന് തോന്നുന്നു അത് വരുന്നത്. തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുകയും 1 മുതൽ തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുകയും 1 മുതൽ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുകയും കാണുന്നത്. അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. എത്ര സംഖ്യകളുടെ തുകയാണ് പറഞ്ഞിട്ടുള്ളത്? 1 മുതൽ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് പറഞ്ഞിട്ടുണ്ട്. 5 × 5 ആണ്. അത് ഇരട്ട സംഖ്യ ആണെങ്കിൽ തൊട്ടടുത്ത സംഖ്യയാണ് കുടിക്കേണ്ടത്. 5 സംഖ്യകളാണെങ്കിൽ 5 ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ 5 × 6 ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് അതിന്റെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് തുടർച്ചയായ ചിലപ്പോൾ 10 സംഖ്യകളും. ഇപ്പോൾ 6 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഇവിടെ തുടർച്ചയായ സംഖ്യകളുടെ തുക കാണാൻ നിങ്ങൾക്കറിയാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മുടെ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂടി അത് കൃത്യമായ എണ്ണമാണ്. ചിലപ്പോൾ 10 സംഖ്യയൊക്കെ ആണെങ്കിൽ 10ഉം 12ഉം അങ്ങനെ ഇരട്ടക്കൂട്ടം വരുന്ന സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടിയതിന് ശേഷം നിങ്ങളുടെ എണ്ണം എത്രയാണോ അതിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആ സംഖ്യകളുടെ തുക കിട്ടും. ഇപ്പോ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10 കൂട്ടണം 1 11 × 5 ആണ്, 55 ആണ്.
ഈ 55 ഇത് പല പാറ്റേണുകളിലും നമുക്ക് ഇങ്ങനെ വരണം. തുടർച്ചയായിട്ട് ഒരു ലൈൻ, 2 ലൈൻ, 3 ലൈൻ, 4 ലൈൻ ഈ രീതിയിൽ വരുന്ന പാറ്റേണില് അവസാനത്തെ 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ ഏത്, അല്ലെ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ ഏത്, ഇങ്ങനെയുള്ള ചില പാറ്റേണുകൾ വരാറുണ്ട്. ആ പാറ്റേണുകൾ വരും. ഒന്നാമത്തെ സംഖ്യയിലെ അവസാനത്തെ സംഖ്യയും ഒന്നാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ, രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ, മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ, ഇവ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചോദിച്ച വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെ ആദ്യത്തെ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ഓരോ വരിയിലെയും ആദ്യ സംഖ്യകൾ തമ്മിൽ ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ടാവും. ആ ബന്ധം വെച്ചിട്ട് നമുക്ക് ഏത് വരിയാണോ ചോദിക്കുന്നത് ആ വരിയിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ നോട്ടുകൾ എല്ലാ കളിനോട്ടുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും റിയൽ നോട്ടുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും നോട്ടുകളുടെ വിനിമയം നമ്മളുടെ സംഖ്യകളുമായി ബന്ധപ്പെടുത്തി എല്ലാ പാഠങ്ങളിലും വരുന്നൊരു പ്രത്യേകതയാണ് നോട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ഇവിടെയാണ് ചിലപ്പോ ഇത് സ്ഥാനവിലയായിട്ട് കൂട്ടിച്ചേർത്ത് വരുമ്പോഴാണ് പിന്നെ 1 രൂപയുടെ 30 നാണയങ്ങൾ എന്ന് പറയുമ്പോൾ അത് 3 10കൾ എന്നുള്ള സ്ഥാനത്തേക്ക് നമുക്കത് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളത്. അപ്പോ വ്യത്യസ്ത നോട്ടുകൾ താഴെ പറയുന്നവർ ഇത്ര രൂപയെക്കുറിച്ച് 1550 രൂപയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കൂട്ടങ്ങളിൽ ശരിയായത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അത് കൂട്ടി കണ്ടുപിടിക്കാൻ കഴിയുന്ന 1000 രൂപയുടെ 500 രൂപയുടെ ഇത്ര നോട്ടുകളാണ്, അല്ലെങ്കിൽ 1000 രൂപയുടെ ഇത്ര നോട്ടുകളാണ്, 200 രൂപയുടെ ഇത്ര നോട്ടുകളാണ് ഉള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മളെ ചിലപ്പം വിവരണാത്മക ചോദ്യങ്ങള് ചിലപ്പോൾ ഒരു പട്ടികയൊക്കെ തന്ന് ഓരോ കടയിലെ സാധനങ്ങളുടെ വിലയൊക്കെ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് ഒരു സാധനം സെലക്ട് ചെയ്ത് ഈ സാധനം വാങ്ങിയപ്പോൾ ഇന്ന നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്, അതിൽ ഏതെങ്കിലും ഒരു നോട്ടിന്റെ എണ്ണം പറയാതെ എങ്കിൽ ആ 50 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാണ്ട് മിക്കവാറും അത് പ്രശ്നാപകരണ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ കടന്നു വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസ്താവന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വർഷം നമ്മുടെ ഇതിൽ വന്നതാണ് അക്കത്തുക. കുറച്ചുകൂടി ഈ ഇപ്രാവശ്യത്തെ മാറിയ പാഠപുസ്തകത്തിൽ അക്കത്തുകയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 1000-നും 5000-നും 6000-നും ഇടയിൽ സംഖ്യകളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തത്. അപ്പോ അത് കൃത്യമായിട്ട് കണ്ടെത്താൻ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ട അതും കൃത്യമായിട്ട് അറിയാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്തത് പ്രകാരം അത് കൃത്യമായ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. ഇപ്പൊ 1000 മുതൽ 5000 വരെ ഇടയിലുള്ള സംഖ്യകളുടെ തുക 10 വരുന്ന സംഖ്യകൾ കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 1000 മുതൽ 1100 വരെ എത്തണുണ്ട്. അത് ഓരോ ഇത് വരുമ്പോഴും കുറഞ്ഞു വരികയും അത് പ്രത്യേക പാറ്റേൺ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഏത് സംഖ്യകളും ആ രീതിയിൽ കണ്ടെത്താൻ കഴിയുന്നു. അപ്പോ ഈ സംഖ്യകളുടെ തുക പറയുമ്പോൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബാക്കസിന്റെ നിർമ്മാണവും വരുന്നത്. സംഖ്യകളുടെ തുകയാണ് അബാക്കസിൽ നിർമ്മിക്കാനുള്ള മുത്തുകളുടെ എണ്ണത്തിനെ കണക്കാക്കുന്നത്. അപ്പോ ചില സംഖ്യകൾ തരികയും ഈ സംഖ്യ അബാക്കസിൽ ക്രമീകരിക്കാൻ എത്ര മുത്തുകൾ ആവശ്യമുണ്ട്. ഇനി കുറച്ച് മുത്തുകൾ തന്നിട്ട് ആ മുത്തുകൾ ഉപയോഗിച്ച് ഈ അബാക്കസിൽ ക്രമീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര. അവിടെ കൃത്യമായി അബാക്കസിൽ സംഖ്യ ക്രമീകരിക്കുമ്പോൾ നമുക്കറിയാം 1000-ന്റെ സ്ഥാനം ഒഴികെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മുത്തുകൾ ഇടാതെ സംഖ്യ ക്രമീകരിക്കാം. ഇപ്പോ 9 മുത്തുകളാണ് തന്നിരിക്കുന്നത്. 9 മുത്തുകൾ കൊണ്ട് ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് 9ഉം 1000-ന്റെ സ്ഥാനത്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 9000 ഉണ്ടാകാം. ഇനി അതായിരിക്കുമല്ലോ അതിലുള്ള ഏറ്റവും വലിയ സംഖ്യ. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 4 അക്ക സംഖ്യ തന്നെ വേണം. അപ്പൊ അത് കൃത്യമായിട്ട് 1000-ന്റെ സ്ഥാനത്ത് മുത്തുകളുടെ എണ്ണം കുറച്ച്
പോകേണ്ടി വരും. അല്ലെങ്കിൽ 1000-ന്റെയും 1-ന്റെയും സ്ഥാനത്ത് മാത്രം മുത്തുകൾ ഇടുന്ന തരത്തിലേക്ക് പോകേണ്ട. 1008 ആയിരിക്കും അതിലെ ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത്. ഞാൻ പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് മുത്തുകളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ ഏത് സംഖ്യയാണ് ഉണ്ടാക്കാൻ കഴിയുക, ഏതാണ് വലിയ സംഖ്യ ഉണ്ടാക്കാൻ കഴിയുക, ഏതാണ് ചെറിയ സംഖ്യ. അത് തന്നെയാണ് ചില സംഖ്യ കാർഡുകൾ തരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില സംഖ്യാ കാർഡുകൾ തരും. ആ കാർഡുകൾ തരുമ്പോൾ അതനുസരിച്ച് ആ കാർഡുകൾ മാറ്റി വെച്ചിട്ട്, അവിടെ മുത്തുകൾ മാറ്റുന്നത് പോലെ നമുക്ക് 2 എന്നെഴുതിയ കാർഡിനെ 2 എണ്ണമാക്കി കാണാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 2ആയിട്ട് തന്നെയേ കാണാൻ കഴിയുള്ളൂ. അതേസമയം മുത്തുകളുടെ എണ്ണാകുമ്പോൾ 2-നെ നമുക്ക് 1 മുത്താക്കി മാറ്റാം, 2 മുത്തുകൾ വേറെ വേറെ ആക്കി മാറ്റാം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി വ്യത്യസ്ത, അത് ഞാൻ അക്കത്തുകകൾ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഇതിനിടയിലുള്ള അക്കത്തുക വരും. ആ അക്കത്തുക വരുമ്പോഴാണ് നമ്മള് പറയുന്നത് പിന്നെ 2 അക്കം വരുന്ന 2 അക്ക സംഖ്യകളിൽ അക്കത്തുക വരുന്ന 5 വരുന്ന, അല്ലെങ്കിൽ 6 വരുന്ന, 3 വരുന്ന എത്ര സംഖ്യകളുണ്ട്. ഇവിടെ 2 1 ചേർന്നതാണ് 3 എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ 3 3കൾ ചേരണം, അല്ല 3 1കൾ ചേരണം. പക്ഷെ 3 1 ചേരുമ്പോൾ അത് 3 അക്ക സംഖ്യയായി മാറും. അപ്പോ 3 വരുന്ന അക്കത്തുക 3 വരുന്ന എത്ര സംഖ്യകൾ, എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച്, ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ, ഇതനുസരിച്ച് ചിലപ്പോൾ 3 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ വർഷം നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും ഈ വർഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കാണിച്ചൊരു കാര്യമുണ്ട്. അക്ഷരങ്ങൾ ഉപയോഗിച്ച്, ഇത് തന്നെയാണ് മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോഴുള്ള അക്ഷരഗണിതം എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി ഇവിടെ 2 അക്ഷരങ്ങൾ കൂട്ടിയാൽ 3ാമതൊരു അക്ഷരം കിട്ടുന്നു എന്നല്ല. ഇവിടെ ഞാനൊരു ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുണ്ട്. A+B, അത് ഇപ്പോഴത്തെ KSTA നടത്തിയ മോഡൽ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു തോന്നുന്നു. A+B+C = D, A×B×C = D എങ്കിൽ D×D എത്ര എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഇതിന്റെ ശരിയായ ചോദ്യരൂപം എന്ന് പറയുന്നത് കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം കിട്ടുന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു അക്ഷരരൂപമാണ് ഇവിടെ തന്നെ. 1 2 3 എന്നുള്ള സംഖ്യകളാണ് എന്ന് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. 2 1 3 1 2 3 2 1 3 3 6 2 1 2 2 3 6 അങ്ങനെ ഗുണിച്ചാലും കൂട്ടിയാലും 6 എന്നുള്ള ഉത്തരം കിട്ടും. അതാണ് ഇവിടെ D×D എത്ര എന്നത്. D×D = 36, 36. പിന്നെ അതിൽ തന്നെ നേരത്തെ പറഞ്ഞതിൽ തന്നെ വായിക്കാൻ പറ്റുന്നതാണ് സംഖ്യാ വ്യാഖ്യാനം. സംഖ്യകളെ വ്യത്യസ്ത തരത്തിൽ വ്യാഖ്യാനിച്ച് എഴുതുക. പിന്നെ പ്രത്യേകമായിട്ട് ഒരു ബോക്സിൽ മാത്രം തന്നിട്ടുള്ള ഒരു സാധനമാണ് റോമൻ സംഖ്യ. അപ്പൊ അവിടെ നമുക്ക് 10 വരെയുള്ള സംഖ്യകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുറഞ്ഞ സംഖ്യകൾ മാത്രമാണ്. നിങ്ങൾക്കറിയാം എത്ര അക്ഷരങ്ങളാണ് റോമൻ സംഖ്യകൾ വരുന്നത്. അവിടെ പ്രസ്താവന ചോദ്യങ്ങൾ വരാം. താഴെ റോമൻ സംഖ്യകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത് തെറ്റേത് എന്നുള്ള തരത്തിൽ ചോദിക്കാം. ചില അക്ഷരങ്ങൾ റോമൻ സംഖ്യകൾ ഇല്ലാത്തത് ആ കൂട്ടത്തിൽ ഉണ്ടാവാം. ചിലപ്പോൾ 0 വരാം. 0 റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഇല്ല എന്ന് നമുക്ക് അറിയാം. അതിലുള്ള അക്കങ്ങൾ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് അറിയണം. 1-നെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, 50-നെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 40 കഴിഞ്ഞാൽ 39 കഴിഞ്ഞാൽ 40 എങ്ങനെയാണ്, 30 എഴുതുന്നത് പോലെ തന്നെയാണോ 40 എഴുതുന്നത്. അപ്പൊ അവിടെ ഒക്കെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം വരാൻ കാരണം അതിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു അക്ഷരം ഒരു സംഖ്യയിൽ 3 തവണയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ 40 എഴുതുമ്പോൾ 4x എന്ന് 4xകൾ എഴുതാറില്ല. പകരം 50-ൽ നിന്നും 10 കുറഞ്ഞത് എന്നുള്ള രീതിയിൽ L-ൽ നിന്നും x കുറഞ്ഞത് എന്നുള്ളത് XL എന്ന് ആണ് നമ്മൾ എഴുതുന്നത്. ഇതേ രീതിയിലാണ് 100-ന്റെ അടുത്തെത്തുമ്പോൾ 90 എത്തുമ്പോഴേക്ക് മാറുകയാണ്. അപ്പോ ഈ രീതിയിൽ 1000 വരെ ഉള്ള
അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് L50, C100, D500, M1000 ഈ രീതിയിൽ ചിലപ്പോൾ ഈ വർഷം കഴിഞ്ഞ 2 മോഡൽ പരീക്ഷകളിലോ മറ്റോ കണ്ടു 2026 റോമൻ ലെറ്ററിൽ എഴുതിയാൽ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 സംഖ്യകൾ കൂട്ടിയിട്ട് അതിന്റെ ഉത്തരം എങ്ങനെയെന്നുള്ള ഓപ്ഷൻസ് റോമൻ സംഖ്യകളായിട്ട് തന്നെ തരുന്ന രീതിയിലുള്ള ഉണ്ട്. പിന്നെ ഈ വർഷം മുമ്പേ ഉണ്ട് എങ്കിലും ഞാൻ ആര് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, എന്നിൽ ഇത്ര 2കളുണ്ട്, അല്ലെ എത്ര 1കളുണ്ട്, അല്ലെ ഇത്ര 10കളുണ്ട്, ഇത്ര 1000ങ്ങളുണ്ട്, ഞാൻ ആര്, അല്ലെങ്കിൽ ഞാനും 10ന്റെ സ്ഥാനത്ത് സംഖ്യയും ചേർന്നാൽ ഇത്രയാണ്, 100ന്റെ സ്ഥാനത്തെയും 1ന്റെ സ്ഥാനത്തെയും സംഖ്യകൾ ചേർന്നാൽ ഇത്രയാണ്, എങ്കിൽ ഞാൻ ആര്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ചിലപ്പോഴൊക്കെ ഇതില് ഉണ്ടാവാറുണ്ട്. ഇനി ചില പട്ടികകൾ വന്നിട്ട് ആ പട്ടികകൾ വിശകലനം ചെയ്തുകൊണ്ട് നിഗമനങ്ങൾ ഉണ്ടാക്കാനുള്ള തരം ചോദ്യങ്ങൾ. അവിടെ നോട്ടുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന പട്ടികയാവാം, സംഖ്യകൾ മാത്രമുള്ള പട്ടികയാവാം. ഇതിൽ നിന്നൊക്കെ നിഗമനം, ചില വിട്ടുപോയ ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ പൂർത്തിയാക്കേണ്ടത്, ചിലപ്പോൾ ആരോ രൂപയായിരിക്കും കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഇതില് ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രശ്നാപഗ്രഥനം എന്ന് പറയുന്ന എല്ലാ പ്രശ്നവും അപഗ്രഥിക്കേണ്ടത് തന്നെയാണ്. ഞാനിവിടെ അത് സൂചിപ്പിച്ചത് നമ്മളെ വലിയ വിവരണാത്മക രീതിയിൽ എഴുതേണ്ട ചോദ്യങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പ്രശ്നാപഗ്രഥനം എന്നുള്ള വാക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വിവരണാത്മക ചോദ്യം വരുമ്പോൾ ഒരിക്കലും സംഖ്യകളെ മാത്രം എടുത്ത് കാട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരില്ല. അവിടെ കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ ഹരിക്കാനോ എല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു വിവരണാത്മക ചോദ്യമായിരിക്കാം നമുക്ക് പരീക്ഷകളിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മുമ്പ് കണ്ടുവന്നിട്ടുള്ളത്. 2-3 പാഠങ്ങളാണ് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. ഇതിനിടയിൽ ഇപ്പോ നിർത്തണമെന്നുള്ളത് എനിക്കറിയില്ല. തുടരുകയാണ്. ഒരു പാഠവും കൂടി പറഞ്ഞു പോകാൻ തോന്നി. യൂണിറ്റ് 4 കൂടുന്ന കൂട്ടം. ഇവിടെ സങ്കലനം ആണ് കൃത്യമായിട്ട് പറയുന്നത്. അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നല്ല പറയുന്നത്. കാര്യമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സംഖ്യകൾ കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെയും സംഖ്യകൾ രൂപീകരിക്കേണ്ടി വരും, അതിനെ സങ്കലനം ചെയ്യേണ്ടി വരും. ഇവിടെയും തുടർച്ചയായ സംഖ്യകളുടെ തുകകൾ വരുന്നുണ്ട്. 1 മുതൽ തുടർച്ചയായ ഒറ്റ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്തൽ. ഇപ്പൊ സംഖ്യകളിലും അത് വരാം, ഈ പാഠത്തിലുമായിട്ടും അത് വരാം. അത് ഞാൻ 2 സ്ഥലത്തും എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും പട്ടിക ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന മറ്റൊന്ന്, നമ്മുടെ പാഠത്തില് സിലബസില് നമ്മുടെ 4ാമത്തെ പാഠത്തിൽ വന്നിരിക്കുന്നത് ഇരുവഴി സംഖ്യകളാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിപ്പം 3 അക്കമുള്ള എത്ര ഇരുവഴി സംഖ്യകളുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം. അല്ലെ 4 അക്കമുള്ള എത്ര ഇരുവഴി സംഖ്യകൾ. എന്താണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 2 ഭാഗത്തു നിന്നും വായിക്കാൻ കഴിയുന്ന സംഖ്യ. ഇവിടെ നേരത്തെ ചോദിച്ച പറഞ്ഞ 2ാമത്തെ പാഠത്തിൽ പറഞ്ഞ രീതിയിലുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടിയുള്ള രജിസ്റ്റർ നമ്പർ ഇത്രയിൽ നിന്ന് 10,000-നും ഇത്രയ്ക്കും ഇടയിൽ 10,050-നും ഇടയിലാണ് എങ്കിൽ അതിനിടയിലുള്ള ഒരു ഇരുവഴി സംഖ്യയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ കൃത്യമായ ഒരു ഇരുവഴി സംഖ്യ കിട്ടുന്ന ഒരു കാര്യം ചിലപ്പോൾ വരാം. അപ്പോ ആ ഇരുവഴി സംഖ്യ ആണെങ്കിൽ ആ കുട്ടിയുടെ നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ ആ ഇരുവഴി സംഖ്യ കിട്ടിയ സംഖ്യ ഏതാണ്, ആ കുട്ടിയുടെ നമ്പർ എത്രയാണ് എന്നുള്ള രീതിയിൽ ചോദിപ്പിക്കാം. നമുക്കറിയാം, ഇപ്പം 2000-ൽ തുടങ്ങുന്നതാണെങ്കിൽ എന്തായാലും 2002 തന്നെയായിരിക്കാം ഇരുവഴി സംഖ്യയുടെ അവസാനം. അതിന്റെ 2 കഴിഞ്ഞിട്ടുള്ള 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യ തന്നെയായിരിക്കും 10ന്റെ സ്ഥാനത്തും. അതാണല്ലോ 1000ന്റെ സ്ഥാനത്തുള്ള സംഖ്യ 1ന്റെ സ്ഥാനത്തും 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യ 10ന്റെ സ്ഥാനത്തും വരുന്നതാണ് ഇരുവഴി സംഖ്യകൾ. ഇവിടെയും കറൻസികളുമായിട്ടുള്ള ബന്ധപ്പെട്ട സങ്കലനം ഉണ്ടാകാം. കുട്ടികൾ മിക്കവാറും ചിലപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ LSS കുട്ടികളോടത് പറയേണ്ട കാര്യമില്ല. LSS കുട്ടികൾ ആ കാര്യത്തിൽ തെറ്റ് വരുത്തുമോ എന്ന് പറയാനല്ല, എങ്കിലും ചിലപ്പോൾ ആ കൃത്യമായി എഴുതി കൂട്ടുമ്പോൾ സ്ഥാനവിലക്കനുസരിച്ച് എഴുതി
കൂട്ടാത്ത, കൃത്യമായിട്ട് അത് എഴുതി കൂട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇപ്പോ 4 അക്ക സംഖ്യയും 3 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ ചിലപ്പോൾ ആ സ്ഥാനത്തിന് ഒരു മാറ്റം വന്ന് 1000ന്റെ സ്ഥാനത്തേക്ക് 3 അക്ക സംഖ്യ മാറുന്ന തരത്തിൽ ചിലപ്പോൾ കുട്ടികൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ LSSന്റെ ക്ലാസ്സിൽ പറയേണ്ട ഒരു കാര്യമല്ല അത്. എന്നാലും ചിലപ്പോൾ ആ ഒരു തെറ്റുകൾ നമ്മൾ കണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു പട്ടികകള് തരാൻ, പട്ടിക വിശകലനം ചെയ്യുക, പട്ടികയിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അത് ചിലപ്പോൾ എല്ലാ കോളങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, അപ്പോൾ അത് മറ്റു കോളങ്ങളുമായി താരതമ്യം ചെയ്ത് പൂർത്തിയാണ്. ഗണിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരങ്ങളൊക്കെ ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതിന്റെ ഒരു കൃത്യമായ മാർഗം അതിലുണ്ടാവും. ആ മാർഗത്തെ നമ്മൾ കണ്ടെത്തി അത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയും ഞാൻ പറഞ്ഞു പാറ്റേണുകൾ വരുന്നുണ്ട്. പാറ്റേണുകളും സ്വയമായി നിർമ്മിക്കേണ്ടതുണ്ടാവും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തേണ്ടതുണ്ടാവും. ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയും ചിലപ്പോൾ സങ്കലനവും വ്യവകലനവും ഗുണനവും ഹരണവും എന്ന് പറഞ്ഞത് സങ്കലനവും വ്യവകലനവും മാത്രമുള്ള ചില പ്രശ്നങ്ങൾ വരാം. ഇവിടെയൊക്കെ ചെയ്യേണ്ടത് വ്യത്യസ്ത തരത്തിൽ കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യണം? വ്യത്യസ്ത തരത്തിൽ കൂടിച്ചേരുമ്പോൾ ഒരേ സംഖ്യ ഉണ്ടാകുന്ന തരം കൂട്ടങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതൊക്കെ ആവും എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോ കാര്യങ്ങൾ ഇപ്പോ നമുക്കറിയാം 5ഉം 3ഉം കൂട്ടിയാൽ 8 എന്ന സംഖ്യയെ കുറിച്ച് 5ഉം 3ഉം 8ആണ്. പിന്നെ 4ഉം 4ഉം 8ആണ്. 10ന്ന് 2 കുറച്ചാൽ 8ആണ്. 48 6 കൊണ്ട് ഹരിച്ചാൽ 8ആണ്. ഈ രീതിയിൽ ഒരു സംഖ്യയെ തന്നെ വ്യത്യസ്ത തരത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടങ്ങളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്ന സമയം. ഞാൻ 4ാമത്തെ യൂണിറ്റിൽ തൽക്കാലം നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ എന്തായാലും മറ്റുള്ള വിശദീകരണം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇത് അങ്ങോട്ട് കണ്ട് പറയാനും നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു പറയാനും സാധിക്കാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഞാൻ നിങ്ങൾ ആരെയും കാണുന്നില്ല. ഞാൻ ഈ പ്രസന്റേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രസന്റേഷനാണ് കാണുന്നത്. എന്നെ ഞാൻ എങ്ങനെ കാണുന്നത് പോലും എനിക്ക്